ഹായ് ഡീസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ വീഡിയോ തന്നെയാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, ഞാൻ ഇതിന് മുന്നേ ഈ ഒരു മോഡലിലുള്ള ഒരു കേക്ക് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്ലൂ കളറിലുള്ള, കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു സെയിം മോഡൽ തന്നെ ഒരു കേക്ക് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ വിളിച്ചിട്ട് ഒരു 4 മണിയാകുമ്പോഴേക്ക് റെഡിയാക്കി തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം വേണോ എന്നൊക്കെ ചോദിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഓർഡർ പെട്ടെന്ന് കിട്ടുന്ന ഓർഡർ ആകുമ്പോൾ ആദ്യം തന്നെ കസ്റ്റമേഴ്സിനോട് പറയണം, നന്നായിട്ട് തണുത്തിട്ടില്ലെങ്കിൽ കേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയാം. ഒരു ദിവസം ഒരു 4 മണിക്കൂർ 5 മണിക്കൂറെങ്കിലും മിനിമം തണുത്തതിന് ശേഷം കേക്ക് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പെട്ടെന്ന് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കസ്റ്റമേഴ്സിനോട് അങ്ങനെ പെട്ടെന്ന് ഓർഡർ കിട്ടുന്ന സമയത്ത് പ്രത്യേകം എടുത്ത് പറയണം, ഇങ്ങനെ ടേസ്റ്റിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് അവർ തണുപ്പിക്കാനോ അങ്ങനെയൊക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഹോം ബേക്കേഴ്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 8 ഇഞ്ചിൻ്റെ മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ തയ്യാറാക്കുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ട് അതിന് പകരമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കേക്കൊക്കെ പെട്ടെന്ന് തണുത്ത് കിട്ടാനൊക്കെയുള്ള ടിപ്പൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ തണുത്ത ശേഷം ഐസിങ് ചെയ്താലേ കറക്റ്റ് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുകയാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം 1 kg വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് വൈറ്റ് ഫോറസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ഒരു 40 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പാണ് ചേർക്കുന്നത്. അത് കുറേശ്ശെ ആയിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആവണം. ഇത് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾ വലിയ തരിയൊക്കെ ഉള്ളത് അതുപോലെ മെൽറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ടെ. ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെ ഇട്ടിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ബീറ്റർ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതൊക്കെ സ്പീഡിൽ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സ്പീഡിൽ ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഞാൻ പറയാത്തത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പഞ്ചസാര നന്നായിട്ട് നമ്മുടെ ഈ ബാറ്ററിൽ മെൽറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ അടിഭാഗമൊക്കെ ഹാർഡായിട്ട് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്തിട്ടുള്ള 8 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ആദ്യത്തെ 1 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മുതൽ 25, 30 മാക്സിമം 30 മിനിറ്റ് ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ കേക്ക് ബേക്കായി വരും. അത് ബേക്കാൻ വെച്ച സമയത്ത് തന്നെ ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് തണുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. അത് രണ്ടും അവിടെ വെച്ച ശേഷം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഉച്ചക്കേക്ക് ഉണ്ടായിരുന്ന 1-2 പാത്രങ്ങളുണ്ട്. പിന്നെ കേക്കിനായിട്ട് ഉണ്ടാക്കിയിരുന്ന കുറച്ച് പാത്രങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. കൂടെ മോളും ഉണ്ട് കേട്ടോ കഴുകാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് അവിടെ എടുത്ത് വെക്കണം. അപ്പോഴേക്ക് കേക്കൊക്കെ ബേക്കായി വന്നോളും. ഒരു 25 മിനിറ്റൊക്കെ ആയപ്പോഴേക്ക് നല്ല കേക്ക് നല്ല സോഫ്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഒന്ന് പുറത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഫ്ലവറും കാര്യങ്ങളൊക്കെ വരക്കുന്നതുകൊണ്ടാണ് 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ 1.25 എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്, സ്റ്റിഫാക്കിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയമൊന്നും ഫ്രിഡ്ജിൽ വെക്കുന്നത്. നമ്മളിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതൊക്കെ ആദ്യം തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ, അതുപോലെ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഞാൻ കേക്ക് ശരിക്കും ചൂടാറിയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ സൈഡൊക്കെ ഒന്നൊരു കത്തി വെച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പെട്ടെന്നൊക്കെ കേക്ക് ഓർഡർ കിട്ടുമ്പോൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ലെയർ ആക്കിയിട്ട് വെക്കും. അപ്പോൾ പെട്ടെന്ന് ചൂടാറുമല്ലോ. അങ്ങനെ 3 ലെയേഴ്സായിട്ട് ആദ്യം തന്നെ വെക്കും കേട്ടോ. അങ്ങനെ 3 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ എടുത്ത് വെക്കുകയാണ്. അടിഭാഗം
ജസ്റ്റ് ആ ഒരു കളർ ചേഞ്ച് ചെയ്തതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 3 ലെയറായിട്ട് മാറ്റിയിട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും, പെട്ടെന്ന് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്തെടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ ചൂടാറാനായിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് കേക്ക് ബേസ് 12 ഇഞ്ചിൻ്റെ ഒരു ബേസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്. ഷുഗർ സിറപ്പൊക്കെ അപ്പോഴേക്കും നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ചിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ക്രീം ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ആക്കുന്നുണ്ട്. അതിന് ശേഷം അതിന് മേലെയായിട്ട് ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കിയിരുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ ചോക്ലേറ്റ് ഗനാഷും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ്. അതും ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ എന്തെങ്കിലും ഒന്ന് ഇട്ടോ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ആയതുകൊണ്ട് ഒന്നുകൂടെ ഈസിയാണല്ലോ, അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഓരോ ലെയർ വെക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പൊക്കെ വെറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഓർഡർ കേക്കൊക്കെ പെട്ടെന്ന് തന്നെ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്രം കോട്ടിങ് ചെയ്തിട്ടെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം നമ്മുടെ കേക്ക്. ഞാൻ പറഞ്ഞല്ലോ, തണുപ്പില്ലാന്നുണ്ടെങ്കിൽ കേക്ക് കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ക്രം കോട്ടിംഗ് ഒക്കെ പെട്ടെന്ന് വേറെ എന്ത് ജോലി ഉണ്ടെങ്കിലും ക്രം കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്ക് ചെയ്യും. പിന്നെ ഡെക്കറേഷൻസ് ഒക്കെ പിന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട്. ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എടുത്ത ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രീമിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുകയാണ്. യെല്ലോ കളറിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പോൾ യെല്ലോ കളറിൽ ചേർത്തെടുക്കുക. അപ്പോൾ ഞാൻ യെല്ലോ കളർ നമ്മുടെ കളർ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മാജിക്കിൻ്റെ ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം കുറച്ചൊന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ വീണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. കളറ് മതിയായില്ലാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊന്ന് ഇതുപോലെ ഒന്ന് കളറ് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ടൈം ഏകദേശം 1:30 ആയിട്ടുണ്ട്. 4 മണിക്കാണ് കേക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും പെട്ടെന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു നോസിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും റോസ് ഫ്ലവർ വരച്ച് കൊടുക്കണം. അപ്പോൾ എന്തായാലും പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ആക്കുന്നുണ്ട്. അപ്പോൾ ആ നോസിൽ വെച്ചിട്ട് തന്നെ സൈഡൊക്കെ ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി വേറെ പൈപ്പിംഗ് ബാഗിലാക്കുമ്പോഴേക്കൊക്കെ ടൈം കുറേ മിസ്സാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കണം. ആ നോസിൽ വെച്ചിട്ട് തന്നെ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മേൽഭാഗത്ത് വൈറ്റ് ക്രീം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് മാത്രം യെല്ലോ കളറിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. യെല്ലോ കളർ മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് ഇത് വെച്ചിട്ട് പാലൻ നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മേൽഭാഗത്ത് ഞാൻ കുറച്ച് വൈറ്റ് ക്രീം കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് ലെവലാക്കി മേൽഭാഗത്ത് ഇപ്പോൾ ഞാൻ ക്രീം ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് അവിടെ മേൽഭാഗത്ത് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മേൽഭാഗം ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ റോസ് ഫ്ലവർ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ട് നെയിൽസ് എടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സെയിം നോസിൽ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള സെയിം നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്ലവർ വരച്ച് കൊടുക്കുന്നത്. ഫ്ലവർ വെക്കാനുള്ള ഭാഗത്ത് ഞാൻ ക്രീം ഒന്ന് ചെറുതായിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലായിട്ട് ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഡോട്ട് ഇട്ട ഭാഗത്ത് ഒരു 6 ഫ്ലവറാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മേൽഭാഗത്ത് തന്നെയാണ് പേരും എഴുതുന്നത്, ഫോണ്ടന്റിലാട്ടോ പേര് എഴുതുന്നത്.
അങ്ങനെ 6 ഫ്ലവറും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നോസിലൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് അങ്ങനത്തെ ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ആ സെയിം ഡിസൈൻ തന്നെയാണ്, നോസിൽ യൂസ് ചെയ്യാതെ ഇങ്ങനെ പേൾ രൂപത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആ ഒരു എല്ലാ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ക്രീമിലൊന്ന് ഗ്രീൻ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ലീഫിൻ്റെ നോസിൽ വെച്ചിട്ട് ലീഫ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നോസിലിൻ്റെ സെപ്പറേറ്റ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ. അതിനുശേഷം ഞാൻ കുറച്ച് ഗോൾഡൻ ടേസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. അതിലേക്ക് കുറച്ച് വെള്ളമാണ് ചേർക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രഷിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു മേൽഭാഗത്തൊക്കെ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഗോൾഡൻ ഗ്ലേസിങ് കിട്ടും. അതുപോലെ തന്നെ ഫ്ലവറിലും ഞാൻ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ബ്രഷ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എയർ ബ്രഷ് വെച്ചിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി, എയർ ബ്രഷൊക്കെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി, അതുപോലെ തന്നെ ഇതിൻ്റെ ആ എഡ്ജിലൊക്കെ ബ്രഷ് വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ എഡ്ജിൽ ചുറ്റും റൗണ്ടിലും ഇതുപോലെ തന്നെ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗോൾഡൻ കളർ അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ പേരെഴുതി ഒട്ടിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫോണ്ടനിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഫോണ്ടൻ്റെ ഒന്ന് പരത്തിയിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എഡിബിൾ പെൻ ഉപയോഗിച്ചിട്ടാണ് പേരെഴുതുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഷഹാന എന്നിട്ട് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ പെന്ന് യൂസ് ചെയ്യാതെ എങ്ങനെ എഴുതാമെന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ആ ഫോണ്ടൻറ്റിൻ്റെ മേലെയും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ടുള്ള മിക്സ് ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാണാനൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫോണ്ടൻറ്റ് ഞാൻ ഡെലിവറി ചെയ്യാൻ ടൈമിൽ, പേക്കിംഗ് ടൈമിൽ മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് മുന്നേ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കും. ചെറിയ കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കാമല്ലോ. അങ്ങനെ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഡെലിവറി ചെയ്തത്. പിന്നെ അവരോട് പറയുകയും ചെയ്തു, നിങ്ങളിപ്പോൾ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത ശേഷം എടുത്താൽ മതി എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന കേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം തന്നെ കസ്റ്റമേഴ്സിനോട് എടുത്ത് പറയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിൽ ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്